ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലാലേട്ടൻ നായകനായിട്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി അണിയിച്ചൊരുക്കുന്ന ഏറ്റവും പുതിയ മലയാള ചലച്ചിത്രമായ മലക്കോട്ടെ ബാല്യം എന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യ റിവ്യൂ ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുമ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് അതുമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ മൊത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ലാലേട്ടൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ആദ്യമായിട്ട് നിൽക്കുന്ന ചിത്രമാണ് മലക്കോട്ടെ ബാല്യം എന്ന് പറഞ്ഞ സിനിമ. എന്തൊക്കെയാണ് ചിത്രത്തിന് കണ്ടതിന് ശേഷം ലാലേട്ടൻ ചിത്രത്തിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. നേരെ എന്നുള്ള സിനിമ തിയേറ്ററിൽ അല്ലാതെ ടെലിവിഷനിൽ കണ്ടാലും നിങ്ങൾക്ക് സഹിക്കാവുന്ന സിനിമയാണ്. അതിന്റെ ഒരു കഥ, പശ്ചാത്തലം, കുടുംബം അതൊക്കെയുണ്ട്. പക്ഷെ ഇത് അങ്ങനെ ഒരു സിനിമയല്ല. ഇതൊരു വിഷ്വൽ ട്രീറ്റിലേക്കുള്ള ഒരു സിനിമ തന്നെയാണ്. ഇത് തിയേറ്ററിൽ പോയി തന്നെ കണ്ടാലും നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മളൊരു കഥ പറയുന്ന സമയത്ത് കേരളത്തിൽ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാവുന്ന സിനിമയായിരുന്നത്. പക്ഷെ ഞങ്ങൾ ഇതൊരു മലയാള സിനിമ ആയിട്ടല്ല ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു പാൻ-ഇന്ത്യൻ സിനിമയായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു കാലമോ ദേശമോ കാര്യങ്ങളോ ഒന്നുമില്ല. തമിഴിൽ കണ്ട തമിഴ് സിനിമയായിട്ട് തോന്നണം, തെലുങ്കിൽ കണ്ട തെലുങ്ക് സിനിമ പോലെ തോന്നണം, ഹിന്ദിയിൽ കണ്ട അതുപോലെയും തോന്നണം. അതിനനുസരിച്ചുള്ള കാസ്റ്റിംഗ് കാര്യങ്ങളും എല്ലാം വെച്ച് ഒരുക്കി വലിയൊരു സിനിമയായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നേരിട്ട് വരെ അതൊക്കെയുള്ള മലക്കോട്ടൻ എന്ന് പറയുന്ന കഥാപാത്രത്തെയും ആ ഒരു സിനിമത്തെ നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഒരു അമർ ചിത്രകഥ വായിക്കുന്ന പോലെ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങാൻ സാധിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് ഈ സിനിമ നിങ്ങളെ തീർച്ചയായിട്ടും മടുപ്പിക്കുകയില്ല. എന്തൊക്കെയാണ് മലയാളത്തിൽ നിന്നൊരു ബാഹുബലി ലെവലിലുള്ള സിനിമയൊന്നും പ്രതീക്ഷിക്കരുതെങ്കിലും അത്രയ്ക്കുള്ള ഇമ്പാക്ട് നൽകുന്ന സീൻസും പ്രസൻസും ഉണ്ട്. ഇതൊരു ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം ആയതുകൊണ്ട് തന്നെ ക്ലാസും മാസും ഉൾപ്പെടുത്തിയാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാസ് രംഗങ്ങൾ എന്ന പോലെ തന്നെ ക്ലാസ് രംഗങ്ങളും ഉണ്ട്. അതുകൊണ്ട് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കയ്യൊപ്പ് കഴിഞ്ഞ ആ ഒരു മാജിക് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തൊക്കെയാണ് ചിത്രം തിയേറ്ററുകളിൽ പരാജയമാകുമായിരുന്നു നമുക്കറിയാം. പരാജയമാകുമായിരുന്നുള്ള ഉറപ്പ് ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം നാളെയാണ് കേരളത്തിലെ തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത്. നാളെ രാവിലെ 6:30 തന്നെ ചിത്രത്തിന്റെ ആദ്യ ഫാൻ ഷോകളെല്ലാം തന്നെ ആരംഭിക്കും. എന്തൊക്കെയാണ് ആദ്യ 6:30 ഫാൻ ഷോയ്ക്ക് ശേഷം നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് മലക്കോട്ടെ ബാല്യം എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ കാണാൻ വേണ്ടി നാളെ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.